ഭുവനേശ്വറുമായുള്ള വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഭുവനേശ്വറുമായി ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ തുറന്നു പറഞ്ഞത്. കസവ് സാരിയായി അതീവ സുന്ദരിയായ അനുമോളെ ചിത്രങ്ങളിൽ എല്ലാം നമ്മൾ കണ്ടു. ഗുരുവായൂർ കണ്ണന്റെ മുന്നിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ഭുവനേഷ് അനുമോളുടെ കഴുത്തിൽ താലി ചാർത്തി. മലയാളികൾക്ക് പ്രിയപ്പെട്ടവൾ ഇനി തമിഴ്നാടിന്റെ മരുമകളാണ്. ചിങ്ങം പിറന്ന ശേഷമുള്ള ആദ്യത്തെ താരവിവാഹമാണ് അനുവിൻ്റേത്. പുലർച്ചെ 5:30-ക്കായിരുന്നു ചടങ്ങുകൾ നടന്നത്. താലികെട്ട് കഴിഞ്ഞതിന് പിന്നാലെ വിവാഹ ചിത്രങ്ങളും താലികെട്ടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ വീഡിയോയുമെല്ലാം അനുമോൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം ബ്രൈഡ് ടു ബി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ മാത്രമാണ് വിവാഹ സൂചന നൽകി അനുമോൾ പങ്കുവച്ചത്. അല്ലാതെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് സൂചനകളൊന്നും താരം നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ പുലർച്ചെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കും അതൊരു സർപ്രൈസായി. ഗോൾഡൻ നിറത്തിലുള്ള ഹെവി വർക്കുള്ള ധാവണിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് ദേവതയെ പോലെയാണ് അനുമോൾ താലികെട്ടിനായി എത്തിയത്. ഗോൾഡൻ നിറത്തിലുള്ള കസവ് മുണ്ടും മേൽമുണ്ടുമായിരുന്നു വരന്റെ വേഷം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭുവനേഷും അഭിനേതാവാണ്. തമിഴ്നാട് ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒട്ടുമിക്ക താരങ്ങളും അനുവിനും ഭുവനേഷിനും ആശംസകൾ നേർന്നെത്തിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ രംഗത്ത് നിന്നുള്ള താരങ്ങളും പ്രേക്ഷകരുമെല്ലാം അനുവിനെയും ഭുവനേഷിനെയും ആശംസകൾ കൊണ്ട് മൂടുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വധുവിനെ വരൻ കൈപ്പിടിച്ച് നൽകിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ ഉത്തരമായിരിക്കുന്നു. അനുവിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാണ് ഭുവനേഷും അമ്മയും കൊണ്ടുപോയത്. ഭുവനേഷിന്റെ അച്ഛനെ വീഡിയോകളിലൊന്നും നമ്മൾ കണ്ടില്ല. അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇരു കൈയും നീട്ടിയാണ് ആ അമ്മ മരുമകളെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അനു വിവാഹത്തിന്റെ തലേദിവസം മാത്രമാണ് തന്റെ വിവാഹമാണ് നാളെ എന്ന് തുറന്നു പറഞ്ഞത്. അതും അനുമോൾ എവിടെ വെച്ചാണ് വിവാഹം, ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടിരുന്നില്ല. ആ ഒരു കാര്യങ്ങളും തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷം, ഡ്രസ്സ് എടുക്കുന്നതോ തയ്പ്പിക്കാൻ കൊടുക്കുന്നതോ ഓർണമെന്റ്സ് എടുക്കുന്നതോ മേക്കപ്പിനെ കുറിച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളും, വിവാഹമാണെന്ന് പോലും, വിവാഹമാണെന്നോ വിവാഹത്തെ പറ്റിയുള്ള ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും അനു ആരോടും പങ്കുവച്ചിരുന്നില്ല. അതുപോലെ തന്നെ അനുവിന്റെ ഒപ്പമുള്ളവരും ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ വരൻ ഭുവനേശ്വർ ആണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരാധകർ എങ്ങനെയോ മണത്തറിഞ്ഞിരുന്നു. എന്താണെങ്കിലും കല്യാണം താൻ പുറത്തു പറയാത്തതിന് കാരണം തന്നെ പലർക്കും ഇഷ്ടമില്ല എന്നും അങ്ങനെയുള്ള സന്തോഷകാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തനിക്ക് ഇവളായി വരും എന്നുള്ളൊരു വിശ്വാസം അനുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു പറയാത്തതെന്നും, വിവാഹം തൻ്റെ സന്തോഷമാണ്, തൻ്റെ സ്വകാര്യമായൊരു സന്തോഷമാണ് വിവാഹം. അത് നശിപ്പിക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കും. ആ ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് താൻ ആ ഒരു കാര്യം പുറത്ത് പറയാത്തത്. തന്നെ ഇഷ്ടമുള്ളവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി കാര്യങ്ങളെല്ലാം ഇനി പങ്കുവയ്ക്കുമെന്നും അനു പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളും അനു പുറത്തുവിട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുവിന്റെ വിവാഹത്തെ പറ്റി പല ചർച്ചകളും വരുമ്പോഴും അത് എപ്പോഴത്തെയും പോലെ ഒരു ചർച്ച മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്.